അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രവാചകന്മാരുടെ ചരിത്രം പരിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുമ്പോൾ പ്രവാചകന്മാരുടെ അനുയായികളെക്കുറിച്ച് പ്രത്യേകമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണമായി ഈസാ നബി അലൈഹി ഇസ്ലാമയുടെ ശിഷ്യന്മാർ, ഹവാരികൾ എന്നറിയപ്പെടുന്ന ഈസാ നബി അലൈഹി ഇസ്ലാമയുടെ ശിഷ്യന്മാരെക്കുറിച്ച് ഖുർആൻ നമ്മെ വ്യക്തമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അവർ ഈസാ നബി അലൈഹി ഇസ്ലാമയുടെ ശിഷ്യന്മാരായിരിക്കുന്നതോടൊപ്പം തന്നെ അവർ അള്ളാഹുവിലേക്ക് ഈസാ നബി അലൈഹി ഇസ്ലാമയെ സഹായിക്കുന്നവരായിരുന്നു. നഹ്നു അൻസ്വാറുള്ള എന്നാണ് അവർ പറഞ്ഞത്. അതേപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായിട്ടുള്ള സ്വഹാബികൾ നമുക്കറിയാം. അവരെ അള്ളാഹു പ്രത്യേകമായി തിരഞ്ഞെടുത്തതാണ്. ഇഖ്താറഹുമുല്ലാഹു സുഹ്ബത നബിഹി ലി ഇഖാമത്തുദ്ദീൻ, അതായത് ദീനിനെ നേരാവണ്ണം നിലനിർത്തുവാൻ വേണ്ടി അള്ളാഹു സ്വഹാബത്തിനെ തിരഞ്ഞെടുത്തു എന്നാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടത്. അപ്പോൾ ആ ഒരു സ്വഹാബത്തിൻ്റെ നിലപാട് എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ദീനിൻ്റെ നിയമങ്ങളെല്ലാം കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. സ്വഹാബികളുടെ കാലഘട്ടത്തിലാവട്ടെ പലപ്പോഴും ദീനിൻ്റെ നിയമങ്ങൾ മാറിക്കൊണ്ടിരുന്നു. അപ്പോൾ ഖിബ്ല മാറ്റം നമുക്കറിയാം. ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു അവസരത്തിലാണ് പെട്ടെന്ന് തന്നെ കഅബയിലേക്ക് തിരിയാനുള്ള കൽപ്പന വരുന്നത്. ഇതേപോലെ പലപ്പോഴും കൽപ്പനകൾ മാറിക്കൊണ്ടിരുന്നു. ഹലാലുകളും ഹറാമുകളും ഒക്കെ പലപ്പോഴും ഇപ്പോൾ മദ്യപാനവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നമുക്കറിയാം. അതിൻ്റെ അവസാന നിയമം വരുന്നത് വരെ ചില മാറ്റങ്ങളോട് കൂടി അതിങ്ങനെ പരിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരുന്നു. ഏതായിരുന്നാലും ഇങ്ങനെയെല്ലാം നിയമങ്ങൾ മാറിക്കൊണ്ടിരുന്ന അവസരത്തിലെല്ലാം അവരാരും തന്നെ അതിനെ ചോദ്യം ചെയ്തില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത. അവരുടെ നിലപാട് സമിഅന വ അതഅന എന്നതായിരുന്നു. ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു എന്നാണ്. യഥാർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോമ്പ് നോൽക്കാൻ അള്ളാഹു കൽപ്പിച്ചപ്പോൾ, അല്ലെങ്കിൽ നമസ്കരിക്കണമെന്ന് അള്ളാഹു കൽപ്പിച്ചപ്പോൾ, ചിലപ്പോൾ നമ്മൾ ആരും അള്ളാഹുവിനോട് ഈ ഒരു കൽപ്പന എൻ്റെ ജീവിതത്തിൽ പുറപ്പെടുവിക്കുവാൻ നിങ്ങൾ ആരാണ് എന്ന് അള്ളാഹുവിനോട് ഒരിക്കലും നമ്മൾ ചോദിച്ചിട്ടില്ല എന്ന് വരാം. പക്ഷേ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിലുള്ള ദീനിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളുമായി വിധിവിലക്കുകളുമായി നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ നിലപാട് ആ രൂപത്തിലാകുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇത്തരം കൽപ്പനകൾ പുറപ്പെടുവിക്കാൻ മറ്റാർക്കും അധികാരമില്ല. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ശരീരമെന്നത് മൈ ബോഡി മൈ ചോയ്സ് എന്ന ആ ഒരു നിലപാട് നമ്മൾ പുലർത്തുമ്പോൾ തീർച്ചയായും നമ്മൾ സമിഅന വ അതഅന എന്നതിൽ നിന്ന് വ്യതിചലിച്ചു പോവുകയാണ്. യഥാർത്ഥത്തിൽ വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ, ഒരു സത്യവിശ്വാസിക്കും സത്യവിശ്വാസിനിക്കും പാടുള്ളതല്ല അള്ളാഹുവിൻ്റെ റസൂൽ ഒരു കാര്യത്തിൽ വിധി പ്രസ്താവിച്ചു കഴിഞ്ഞാൽ സ്വന്തമായ അഭിപ്രായം ആ വിഷയത്തിൽ ഉണ്ടാവാൻ പാടില്ല. ആ രൂപത്തിൽ ദീനിന് പരിപൂർണമായി വിധേയരാകുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാം.